എക്സ്പ്ലെയിൻ 4 ടെക്നിക്സ് യൂസ് ടു അവോയ്ഡ് ഗസബിൾ പാസ്വേഡ്സ്. പാസ്വേഡ് മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പോർഷനാണിത്. അപ്പോൾ അതിന് ഗസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലുള്ള പാസ്വേഡ്സ് യൂസേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെല്ലാം മെത്തേഡ്സ് ആണ്. മെയിനായിട്ട് 4 ടെക്നിക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് യൂസർ എഡ്യൂക്കേഷൻ, ദെൻ കമ്പ്യൂട്ടർ ജനറേറ്റഡ് പാസ്വേഡ്സ്, റിയാക്റ്റീവ് പാസ്വേഡ് ചെക്കിംഗ്, പ്രൊആക്റ്റീവ് പാസ്വേഡ് ചെക്കിംഗ്. യൂസർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യൂസേഴ്സിന് നമ്മൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർ ഗസ് ചെയ്യാൻ പറ്റാത്ത കൂട്ടത്തിലുള്ള പാസ്വേഡ്സ് ഉപയോഗിക്കാനുള്ള രീതിയിൽ അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുക, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ യൂസർ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവണമെന്നില്ല. എന്നുവെച്ചാൽ പലയിടത്ത് യൂസേഴ്സിന്റെ കൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. എന്ന് മാത്രമല്ല, മിക്കവാറുള്ള യൂസേഴ്സൊക്കെ തന്നെ ഈ ഗൈഡ് ലൈൻസ് എല്ലാം ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ചില യൂസേഴ്സ് അവരിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ള ജഡ്ജ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള യൂസേഴ്സും ഉണ്ടാവും. പിന്നെ ചില യൂസേഴ്സ് കരുതുന്ന തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില വേർഡ്സ് റിവേഴ്സ് ചെയ്തിടുക, അല്ലെങ്കിൽ ഒരു ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്തിടുക, അങ്ങനെയൊക്കെ ചെയ്താൽ പാസ്വേഡ് ഗസബിൾ അല്ലാത്ത സിറ്റുവേഷനിലാവും എന്ന് കരുതുന്ന യൂസേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂസർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ കൂടി അത് നമ്മളുടെ ടാർഗറ്റ് എന്താണോ അതിനെ ഹെൽപ്പ് ചെയ്യില്ല. ഈ സെക്കൻഡ് ഓപ്ഷൻ ഇസ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് പാസ്വേഡ്സ്. ഇറ്റ് ഓൾസോ ഹാവ് പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ പാസ്വേഡ്സ് ജനറേറ്റ് ചെയ്യുക കമ്പ്യൂട്ടർ വഴിയായിരിക്കും. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടുള്ള പാസ്വേഡ്സിനായിരിക്കും ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂസേഴ്സിന് അങ്ങനെയുള്ള പാസ്വേഡ്സ് ഓർത്ത് വയ്ക്കാൻ പറ്റണമെന്നില്ല. എന്ന് മാത്രമല്ല, പാസ്വേഡ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ കൂടി യൂസേഴ്സിന് റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവരത് ഓർത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരത് എഴുതി വെക്കുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അതും പൂവർ അക്സെപ്റ്റൻസ് ഉള്ളൊരു അപ്രോച്ചാണ്. തേർഡ് വൺ ഈസ് റിയാക്റ്റീവ് പാസ്വേഡ് ചെക്കിംഗ്. ഇപ്പോൾ ഇവിടെ സിസ്റ്റം പീരിയോഡിക്കലി പാസ്വേഡ് ട്രാക്കർ റൺ ചെയ്യുന്നു, എന്നിട്ട് ഗസബിൾ ആയിട്ടുള്ള പാസ്വേഡ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ഗസബിൾ ആയിട്ടുള്ള പാസ്വേഡിനെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ സിസ്റ്റം ഒക്കെ പാസ്വേഡ് ക്യാൻസൽ ചെയ്യുന്നു, എന്നിട്ട് യൂസറിനെ നോട്ടിഫൈ ചെയ്യുന്നു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു അപ്രോച്ചിന് അതിൻ്റെതായ ഡ്രോബാക്സ് ഉണ്ട്. ഈ പാസ്വേഡ് ട്രാക്കർ കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് റിസോഴ്സ് ഇന്റൻസീവ് ആണ്. സിസ്റ്റത്തിന് ഒരുപാട് റിസോഴ്സുകൾ അത് യൂട്ടിലൈസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനി വേറൊരു ഒപ്പോണന്റ് വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഫയൽ സ്റ്റീൽ ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾ വേണമെങ്കിൽ ഫുൾ CPU ടൈം ഈ ഒരു പെർട്ടിക്കുലർ ഫയലിൽ തന്നെ സ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് പാസ്വേഡ് ക്രാക്ക് ചെയ്തെടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. ദെൻ ദ ഫോർത്ത് അപ്രോച്ച് ഇസ് പ്രൊആക്റ്റീവ് പാസ്വേഡ് ചെക്കർ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത് പാസ്വേഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ യൂസറിന് അവർക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നു. ഇനി സെലക്ട് ചെയ്യുന്ന ടൈമിൽ സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കുക, പാസ്വേഡ് സ്ട്രോങ് ആണോ അല്ല അലവബിൾ ആണോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റിജക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്രോച്ചിന്റെ മെച്ചം എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തിൽ തന്നെ കൊടുക്കുന്നു. എന്ന് മാത്രമല്ല, അവർ തന്നെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് മെമ്മറബിൾ ആക്കാൻ പറ്റും. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ DDoS അറ്റാക്ക് ആൻഡ് ഇറ്റ്സ് കൗണ്ടർ മെഷേഴ്സ്. അപ്പോൾ DDoS എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഇപ്പോൾ കറന്റ് കോർപ്പറേഷൻസിലൊക്കെ ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി ത്രെട്ടാണ്. അപ്പോൾ ഈ ത്രെട്ട് വളർന്നു വരുന്നൊരു ത്രെട്ടാണ്. അപ്പോൾ DDoS അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റംസിന് ആക്സസിബിൾ അല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെർവേഴ്സ് ആണെങ്കിൽ അതിനെ ഫ്ലഡ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ യൂസർ സിസ്റ്റംസ് ആണെങ്കിൽ കൂടുതൽ ട്രാഫിക് കൊടുത്ത്, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസ് ആവശ്യമില്ലാതെ അയച്ച് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിന് ആക്സസ് കിട്ടാത്ത രീതിയിലാക്കി മാറ്റുക. അപ്പോൾ ഒരുപാട് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ എല്ലാം ഉപയോഗിച്ചായിരിക്കും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നെറ്റ്വർക്ക് വഴി പാക്കറ്റ് സെൻഡ് ചെയ്ത് ഫ്ലഡിങ് ഉണ്ടാകുന്നത്. പിന്നെ അറ്റാക്കിന്റെ മെത്തേഡ്സും ടൂൾസും എല്ലാം ഇപ്പോൾ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ പുതിയ മെത്തേഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിഫൻസ് ടെക്നോളജീസ് ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള വലിയ ലാർജ് സ്കെയിൽ അറ്റാക്സിനെ പ്രതിരോധിക്കാൻ മാത്രം ശേഷിയുള്ളതും അല്ല. അപ്പോൾ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് അല്ലെങ്കിൽ DOS അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിന് റിയൽ ആയിട്ടുള്ള യൂസേഴ്സിന് ഒരു സർവീസ് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാക്കുക, അല്ലെങ്കിൽ അവരെ ആ സർവീസ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ പ്രിവെന്റ് ചെയ്യുക. അപ്പോൾ ഈ അറ്റാക്ക് ഒരു സിംഗിൾ ഹോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് നോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും അത് നമ്മൾ DOS അറ്റാക്ക് എന്ന് പറയും. ഇനി ഇതിന്റെ തന്നെ നെക്സ്റ്റ് ഒരു മോഡിഫൈഡ് വേർഷനാണ് DDoS അറ്റാക്ക്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അറ്റാക്കറിന് ഒരുപാട് ഹോസ്റ്റുകളെ റിക്രൂട്ട് ചെയ്ത് ഇന്റർനെറ്റ് വഴി കോർഡിനേറ്റ് ആയിട്ട് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഹോസ്റ്റിനെയും കൂടെ ഉപയോഗിച്ചായിരിക്കും ഈ DDoS അറ്റാക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ ടാർഗറ്റ് ഏതാണോ ടാർഗറ്റിന് അറ്റാക്ക് കിട്ടുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. ഇനി DDoS അറ്റാക്ക് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് DDoS അറ്റാക്ക് ആൻഡ് റിഫ്ലക്റ്റർ DDoS അറ്റാക്ക്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് DDoS അറ്റാക്ക്. അപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ നമുക്ക് കാണാം, ദിസ് ഇസ് ദ അറ്റാക്കർ, ഇവിടെ മാസ്റ്റർ സോംബീസ്, ദെൻ സ്ലേവ് സോംബീസ്, ദിസ് ഇസ് ദ വിക്ടിം. അപ്പോൾ അറ്റാക്കർ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ആയുള്ള പല സൈറ്റ്സിൽ സോംബി സോഫ്റ്റ്വെയർ ഇംപ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സോംബി മെഷീൻസ് മെയിനായിട്ട് 2 ലെവൽസിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് മാസ്റ്റർ സോംബി, പിന്നെ ഒന്ന് സ്ലേവ് സോംബി. ഇവിടെ ഇപ്പം ഈ എല്ലാ മെഷീൻസിലും നമ്മളുടെ മാലീഷ്യസ് കോഡ് ഇൻഫെക്റ്റഡ് ആയിരിക്കും. ഈ അറ്റാക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ട്രിഗേഴ്സ് ദ മാസ്റ്റർ സോംബീസ്. അപ്പോൾ ഈ മാസ്റ്റർ ലെവലിലുള്ള സോംബീസിനെ കോർഡിനേറ്റ് ചെയ്ത് ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് അറ്റാക്കർ ചെയ്യുന്ന കാര്യം.
ഇനി നെക്സ്റ്റ് ലെവലിൽ മാസ്റ്റർ സോംബീസ് അവരുടെ താഴെ ലെവലിലെ സ്ലേവ് സോംബീസിനെ കോർഡിനേറ്റ് ചെയ്ത് ട്രിഗർ ചെയ്യാം. അപ്പോൾ 2 ലെവലായിട്ടാണ് ഇവിടെ അറ്റാക്ക് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. അപ്പോൾ 2 ലെവൽ സോംബി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ അറ്റാക്ക് തിരിച്ച് ട്രാക്ക് ചെയ്തതിൻ്റെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് കാറ്റഗറി ഈസ് റിഫ്ലക്റ്റർ DDoS അറ്റാക്ക്. അപ്പോൾ റിഫ്ലക്റ്റർ DDoS അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് അറ്റാക്കർ പിന്നെ മാസ്റ്റർ ലെവൽ സോംബീസ് സ്ലേവ് സോംബീസാണ് ഉണ്ടായിരുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ലെയർ ഓഫ് മെഷീൻസ് കൂടി വരും. ദേ ആർ കോൾഡ് റിഫ്ലക്റ്റേഴ്സ്. അപ്പോൾ ഈ റിഫ്ലക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. നേരത്തെ പറഞ്ഞു സ്ലേവ് മെഷീൻസ് അല്ലെങ്കിൽ മാസ്റ്റർ മെഷീൻസ് എന്ന് പറയുന്ന സോംബീസ് രണ്ടും കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ ഈ സ്ലേവ് സോംബീസ് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവർ റെസ്പോൺസ് വേണം എന്നുള്ള രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ആ കൺസ്ട്രക്ട് ചെയ്യുന്ന പാക്കറ്റിൽ അവർ ടാർജറ്റ് ഏതാണോ ടാർജറ്റ് എന്ന് വെച്ചാൽ വിക്ടിമാണോ ടാർജറ്റ്, അപ്പോൾ ആളുടെ IP സോഴ്സ് IP ആയിട്ട് വെച്ചിട്ടാണ് ഈ സ്ലേവ് സോംബീസ് പാക്കറ്റ്സ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പാക്കറ്റ്സ് അവർ അയച്ചു കൊടുക്കുന്ന റിഫ്ലക്റ്റേഴ്സിനാണ്. ഇപ്പോൾ റിഫ്ലക്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു അൺഇൻഫെക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റെസ്പോൺസ് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പാക്കറ്റ് അയച്ചിട്ടുള്ളത്. പക്ഷേ സോഴ്സ് വെച്ചേക്കുന്നത് ഇതുമാണ്. അപ്പോൾ ഈ റിഫ്ലക്റ്റേഴ്സിന് അടുത്തെല്ലാം റെസ്പോണ്ട് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? ഈ വിക്ടിമിനായിരിക്കും റെസ്പോൺസ് കൊടുക്കുക. അപ്പോൾ ടാർജറ്റ് മെഷീൻ അതിനെ അപ്പോൾ ടാർജറ്റിൻ്റെ IP അതിൽ സോഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ടും റെസ്പോൺസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും റിഫ്ലക്റ്റർ മെഷീൻസ് റെസ്പോണ്ട് ചെയ്യുക ടാർജറ്റ് മെഷീനിലേക്ക് പാക്കറ്റ്സ് അയച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ റെസ്പോൺസ് അയച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് കൂടുതൽ മെഷീൻസ് ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ട്രാഫിക് ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡാമേജും ഉണ്ടാക്കും ദാൻ ഡയറക്റ്റ് DDoS അറ്റാക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് അറ്റാക്ക് തിരിച്ച് ട്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റാക്ക് പാക്കേഴ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാനൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അറ്റാക്ക് കംസ് ഫ്രം വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് അൺഇൻഫെക്റ്റഡ് മെഷീൻസ്. DDoS കൗണ്ടർ മെഷേഴ്സ് മെയിനായിട്ട് 3 ടൈപ്പ് ഡിഫൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അറ്റാക്ക് പ്രിവെൻഷൻ ആൻഡ് പ്രിയംഷൻ. എന്നുവെച്ചാൽ അറ്റാക്കിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് റിസോഴ്സ് കൺസംഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോളിസീസ് എൻഫോഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ റിസോഴ്സുകൾ ബാക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ ഇത് കൂടാണ്ട് പ്രിവെൻഷൻ മെക്കാനിസംസ് സിസ്റ്റംസിനെ മോഡിഫൈ അല്ലെങ്കിൽ പ്രോട്ടോകോൾസിനെ മോഡിഫൈ ചെയ്യുക. DDoS അറ്റാക്ക് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി റെഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുക. സെക്കൻഡ് ടൈപ്പ് ഇസ് അറ്റാക്ക് ഡിറ്റക്ഷൻ ആൻഡ് ഫിൽട്ടറിംഗ്. എന്ന് വെച്ചാൽ അറ്റാക്കിന് ടൈമിൽ ഉണ്ടാകും, ദാറ്റ് ഇസ് ഡ്യൂറിംഗ് ദ അറ്റാക്ക്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അറ്റാക്കിനെ ഡിറ്റക്ട് ചെയ്യാനും ഉണ്ടാകുമ്പോൾ തന്നെ ഡിറ്റക്ട് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അറ്റാക്ക് കൊണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അറ്റാക്ക് കൊണ്ട് ടാർജറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ ഡാമേജ് കുറയ്ക്കുക. അപ്പോൾ ഡിറ്റക്ഷൻ മെത്തേഡ് എപ്പോഴും സെർച്ച് ചെയ്യുന്നത് സസ്പീഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റാക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പാക്കറ്റ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. തേർഡ് ഈസ് അറ്റാക്ക് സോഴ്സ് ട്രേസ് ബാക്ക് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ദി അറ്റാക്ക്. അപ്പോൾ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്തോ അല്ല അത് കഴിഞ്ഞു. അപ്പോൾ അറ്റാക്കിന്റെ സോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, ബാക്കി ഫ്യൂച്ചർ അറ്റാക്സ് ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുക.